വെരിക്കോസ് വെയിൻ. കാലിലെ വെയിനുകൾ വീർത്ത് തടിച്ച് കെട്ടിപ്പിണഞ്ഞ് പാമ്പുകൾ പോലെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ വെരിക്കോസ് വെയിനുകൾ. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. പ്രായഭേദമെന്നേ എല്ലാവരിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രോഗമായി മാറിയിരിക്കുകയാണ് വെരിക്കോസ് വെയിൻ. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് മുമ്പ് ഈ രോഗം കൂടുതലായി കണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരിലും ഈ രോഗം കണ്ടുവരുന്നു. നിത്യജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. എന്താണ് വെരിക്കോസ് വെയിൻസ്? കാലിലെ വെയിനുകൾ വീർത്ത് തടിച്ച് കെട്ടിപ്പിണഞ്ഞ് പാമ്പുകൾ പോലെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ വെരിക്കോസ് വെയിനുകൾ. ഇന്നത്തെ കാലത്ത് വളരെയധികം ആളുകളിൽ കാണുന്ന ഒരു അവസ്ഥയാണിത്. മിക്കവരിലും ഇത് വെറും ഒരു സൗന്ദര്യ പ്രശ്നമായി ജീവിതകാലം നിലനിൽക്കും, പതിയെ വലുതാവുകയും ചെയ്യും. എന്നാൽ ചെറുതല്ലാത്ത ഒരു വിഭാഗം ആളുകളിൽ കാൽവേദന, തൊലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചൊറിച്ചിൽ, വ്രണങ്ങൾ എന്നിവയുണ്ടാകാം. എപ്പോഴും കഴപ്പ്, കാലിലെ തൊലി കറുത്ത് കട്ടയായി വരിക, മുറിവുകൾ ഉണ്ടായാൽ ഉണങ്ങാൻ കാലതാമസം വരിക, വ്രണങ്ങൾ ഉണ്ടാവുക, അവ വലുതായി ഉണങ്ങാത്ത സ്ഥിതിയിൽ മുറിവുകൾ ആവുക എന്നീ പ്രശ്നങ്ങളാണ് സാധാരണയായി കാണപ്പെടുന്നത്. ചിലപ്പോൾ ഇവ പൊട്ടി രക്തസ്രാവവും ഉണ്ടാവാം. എങ്ങനെയാണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്? ശരീരഭാഗങ്ങളിലേക്ക് ഹൃദയത്തിൽ നിന്ന് എത്തുന്ന രക്തത്തിലെ ഓക്സിജൻ സ്വീകരിച്ച ശേഷം തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിൻസ് അഥവാ സിരകൾ. ഇവയിലെ രക്തപ്രവാഹം എപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കായിരിക്കും. പക്ഷേ തിരികെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ രക്തം പ്രവഹിക്കാൻ പ്രത്യേക പമ്പുകളില്ല. തലയിൽ നിന്നുള്ള രക്തം തിരികെ ഗ്രാവിറ്റി മൂലം ഹൃദയത്തിലേക്ക് എത്തും. എന്നാൽ കൈകാലുകളിൽ നിന്നുള്ള രക്തം തിരികെ എത്തുന്നതിന് മസിൽ പമ്പിംഗ് ആക്ഷൻ മൂലം വെയിനിലെ രക്തം മുകളിലേക്ക് കയറുന്നതുകൊണ്ടാണ്. ഇങ്ങനെ കയറുന്ന രക്തം താഴേക്ക് വരാതിരിക്കാൻ വെയിനുകൾക്കുള്ളിൽ വാൽവുകളുണ്ട്. ഇവ രക്തം താഴേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നു. ഈ വാൽവുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകാം? പാരമ്പര്യം, സ്ഥിരമായി നിൽപ്പ് വേണ്ടിവരുന്ന ജോലികൾ, അമിതവണ്ണം ഒക്കെ ഇതിന് കാരണമാകാം. ഒരിക്കൽ ഈ വാൽവുകൾ തകരാറിലായാൽ പിന്നെ മരുന്നുകൊണ്ട് അവയെ നേരെയാക്കിയെടുക്കാൻ കഴിയില്ല. ഇതല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടും വെരിക്കോസ് വെയിൻ വരാം. ഗർഭാവസ്ഥയിലുണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ സിരകളെ അയച്ചിടുന്നതിന് കാരണമാക്കും. അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിലും വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വയറ്റിലുണ്ടാകുന്ന മുഴകൾ, അവയുടെ വളർച്ച തുടങ്ങിയവയും ഇതേ രീതിയിൽ വയറ്റിലെയും ഇടുപ്പിലെയും സിരകളെ അമർത്തി വെരിക്കോസിറ്റി ഉണ്ടാക്കാം. മറ്റൊരു കാരണം കാലിൻ്റെ ഏറ്റവും ഉള്ളിലെ വെയിനുകളിൽ, ഡീപ്പ് വെയിൻസുകളിൽ രക്തകട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഇവയിൽ കൂടി രക്തസംക്രമണം നടക്കാത്തതിനാൽ പുറമേയുള്ള വെയിനുകളിൽ കൂടി കൂടുതൽ രക്തം ഒഴുകുകയും അവിടെ തടിച്ചു വീർത്ത് വെരിക്കോസ് വെയിൻ ആവുകയും ചെയ്യുന്നു. മാത്രമല്ല കാലക്രമേണ ഇവ രക്തയോട്ടം പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴും ഈ രക്തക്കുഴലുകളിലെ വാൽവുകൾക്കും കേടുപറ്റിയിട്ടുണ്ടാകാം. അപ്രകാരം മുകളിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ വേഗത കുറഞ്ഞ് വെരിക്കോസ് വെയിൻസിന് കാരണമാകുന്നു. എന്താണ് ചികിത്സ? വെരിക്കോസ് വെയിൻ ചികിത്സിക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കണം. അതനുസരിച്ച് വേണം ചികിത്സ ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിനുകളുടെ പുറത്തുള്ള കാരണം കൊണ്ടുണ്ടാകുന്ന സെക്കൻഡറി വെരിക്കോസ് വെയിൻസ് ആണെങ്കിൽ ആ കാരണം മാറ്റിയാൽ മതി. എല്ലാ വെരിക്കോസ് വെയിൻസിനും ചികിത്സ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് അവ പൊട്ടി ധാരാളം രക്തനഷ്ടം സംഭവിക്കുക, ഇത് കാരണം കാലിൽ നീരും വേദനയും ഉണ്ടാവുക, കാലിൻ്റെ വണ്ണയിൽ നിറവ്യത്യാസവും ചൊറിച്ചിലും ഉണ്ടായി വ്രണങ്ങൾ ഉണ്ടാവുക, കോസ്മെറ്റിക് കാരണങ്ങൾ എന്നിവ മൂലമാണ് പലപ്പോഴും ചികിത്സ വേണ്ടിവരുന്നത്. ചെറിയ തോതിലുള്ള വെരിക്കോസ് വെയിനുകളാണെങ്കിൽ അവയിൽ ഒരു മരുന്ന് കുത്തിവെച്ച് ആ വെയിനുകളെ അടച്ചു കളയാം. സ്ക്ലിറോസെൻ്റ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ്. ചെറിയ സെഗ്മെൻറ്റുകളിൽ മാത്രം ബാധിക്കുന്നതാണെങ്കിലേ ഇത് ഫലവത്താകൂ. വലിയ നീളത്തിൽ, കാലിൻ്റെ മുഴുവൻ നീളത്തിൽ പാമ്പ് പിടിച്ചുപോലെ കിടക്കുന്ന അവസ്ഥയിൽ ആ വെയിൻ മൊത്തം എടുത്തു കളയേണ്ടി വരും. ഈ വെയിനുകളും ആഴത്തിലുള്ള മറ്റു വെയിനുകളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന സർജറിയും സാധാരണ ചെയ്യാറുണ്ട്. ഇനി വെരിക്കോസ് വെയിനുകളെക്കുറിച്ച് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. വെരിക്കോസ് വെയിൻസ് ഉണ്ടെങ്കിൽ ഒരു ജനറൽ സർജനെയോ ഒരു വാസ്കുലർ സർജനെയോ ആണ് കാണിക്കേണ്ടത്.
വയറ്റിൽ ട്യൂമറുകൾ, ഡീപ്പ് വെയിനുകളുടെ പ്രശ്നം എന്നിവ ഇവ രണ്ടും മൂലമുണ്ടായത് അല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. കാരണം ഇവ മൂലമുണ്ടാകുന്നതിൻ്റെ ചികിത്സ തികച്ചും വ്യത്യസ്തമാണ്. എപ്പോഴും ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇതെന്നും ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് ഇത് പൂർണ്ണമായി മാറും എന്നുള്ള തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. കാഴ്ചയ്ക്ക് അഭംഗി തോന്നുന്നതിൽ മനപ്രയാസമുള്ളവരാണ് ചെറിയ രീതിയിലുള്ള വെരിക്കോസ് വെയിന് ചികിത്സ തേടുന്നത്. ഇഞ്ചക്ഷൻ സ്ക്ലിറോതെറാപ്പി എന്ന ചികിത്സ ഈ രീതിയിലുള്ള ചെറിയ തോതിലുള്ള അസുഖത്തിന് സാധാരണ ഉപയോഗിക്കുന്നു. വലിയ രീതിയിലുള്ള അസുഖത്തിന് ശസ്ത്രക്രിയകൾ വേണ്ടിവരാം. എന്തിനാണ് ശസ്ത്രക്രിയ എന്ന് സർജനോട് ചോദിച്ചു മനസ്സിലാക്കണം. വെരിക്കോസ് വെയിൻ തിരിച്ചു വരാൻ സാധ്യതകൾ എപ്പോഴും ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കണം. കംപ്രഷൻ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന ഇറുകിക്കിടക്കുന്ന സോക്സ് പോലെയുള്ള കാലുറകൾ ഒരു പ്രധാന ചികിത്സയാണ്. പല ഗ്രേഡുകളിലുള്ള സോക്സുകൾ ഉണ്ട്. ഇവ സ്ഥിരമായും തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുന്നത് വഴി അസുഖം കൂടുന്നത് തടയാനും സങ്കീർണതകൾ ഒരു പരിധിവരെ തടയാനും പറ്റും. കാലിലുണ്ടാവുന്ന ഉണങ്ങാത്ത വ്രണങ്ങളാണ് ഒരു കോംപ്ലിക്കേഷൻ. ചുരുക്കം ആളുകളിൽ ഇവ ഉണ്ടാവുകയുള്ളൂ. ഡ്രസ്സിംഗ്, കാൽ പൊക്കിവെച്ച് വിശ്രമിക്കൽ, പിന്നെ ഇറുകിയ ബാൻഡേജ് എന്നിവയാണ് പ്രധാന ചികിത്സ. നല്ലൊരു ഡോക്ടറെ കണ്ട് ഏറ്റവും ആദ്യം തന്നെ ചികിത്സ തുടങ്ങുകയാണ് രോഗത്തിനെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുന്നതിനുള്ള വഴി. വെരിക്കോസ് വെയിനുകളെക്കുറിച്ചുള്ള ഈ വിലപ്പെട്ട വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code, forward to good health.